Good morning, everyone. Good morning, ma'am. Good morning, ma'am. Okay. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഏത് ടോപ്പിക് ആയിരുന്നു? ഒരു മൊഡൽ ബോബ് ആയിരുന്നു അല്ലെ? ക്യാൻ ആൻഡ് ക്ലിയർ ആയിരുന്നു? അത് മനസ്സിലായോ? മാം നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്ത് എടുത്തില്ലായിരുന്നു. ഡെയിലി സെന്റൻസിന്റെ കാര്യം എഴുതിയിട്ട് വരാനൊക്കെ പറയുകയോ ചെയ്തു. പക്ഷെ ഇത് ഓൾറെഡി എടുത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞേ. കാരണം ഓൾറെഡി എടുത്തു എന്ന് പറഞ്ഞിരുന്നല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യാമേ? സ്റ്റഡി ചെയ്യാം നമുക്ക്. ചെയ്യണോ? പറയൂ. അതൊന്ന് പറഞ്ഞു പോട്ടെ. ഒന്നുകൂടെ പറഞ്ഞു. എനിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയില്ല? ഓക്കെ. നമ്മൾ പൊതുവെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഒന്നും കൂടി പറയാൻ പറ്റുമോ? പറയാം. ഓക്കെ, നമ്മള് പൊതുവെ ക്യാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് എബിലിറ്റി പറയാനും അല്ലെ കേപ്പബിലിറ്റി പറയാനൊക്കെയാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറ് അല്ലെ. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ക്യാൻ അങ്ങനെയാണ്. അതായത് എനിക്കൊരു കഴിവുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യും, എനിക്ക് കഴിവുണ്ട് എന്ന് പറയില്ലേ. ഐ ക്യാൻ ഡു എനിത്തിങ്, ഞാൻ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലെ. എനിക്ക് അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കണമെങ്കിൽ ഞാൻ ചെയ്യാം അല്ലെ. ഐ ക്യാൻ ഡാൻസ്. ഓക്കെ, ഐ ക്യാൻ ഗോ ദേർ, ഞാൻ ഇവിടെ പോകാം, എനിക്കത് പോകാൻ പറ്റും. ഐ ക്യാൻ ഗോ ദേർ. ഓക്കെ, അപ്പൊ ക്യാൻ എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ആണ്. നമുക്കത് ചെയ്യാൻ കഴിവുണ്ട്, സാധിക്കും, ഒരു സാധ്യതയല്ല, മോസ്റ്റ്ലി നമുക്ക് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ക്യാൻ യൂസ് ചെയ്യാം. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റിന്റെ കൂടെ ക്യാൻ. സബ്ജക്ട് ഏതായാലും അത് ക്യാൻ യൂസ് ചെയ്യാം. ദെൻ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? വെർബിന്റെ ബേസ് ഫോം ആണ്, ഫസ്റ്റ് ഫോം ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അതായത് ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ പറ്റും, ഓടാൻ കഴിയും. ഐ ക്യാൻ റൺ. ക്യാനിന് ശേഷം വന്നിരിക്കുന്നത് V1 ഫോം ആണ് അല്ലെ. റൺ എന്ന് പറയുന്നത് V1 ഫോം ആണ്. അതുപോലെ തന്നെ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. സോ ഐ ക്യാൻ സബ്ജക്റ്റിന് ശേഷം ക്യാൻ, ക്യാനിന് ശേഷം എന്താണ്? V1 ഫോം ആയിരുന്നു അല്ലെ. സ്പീക്ക് V1 ഫോം ആണ്. സോ അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഐ ക്യാൻ വെച്ചിട്ടുള്ള യൂസേജ്. ഫസ്റ്റ് എബിലിറ്റി പറയാൻ, ദെൻ നമുക്ക് പെർമിഷൻ ചോദിക്കാം അല്ലെ. നമുക്ക് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഒരു ഫ്രണ്ട് സർക്കിളിലാണ്, ഒരു ഫാമിലി സർക്കിളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എടാ ആ ഒരു പേരൊന്നും എടുത്തേ നമ്മൾ പറയില്ലേ. നമുക്ക് ഇങ്ങനെ ചോദിക്കാലോ, can you give me the pen ചോദിക്കാം. Can you give me the pen? അവിടെ നമുക്ക് ഒരു റെസ്പെക്ടിന്റെയോ ഒരു കാര്യവും ഇല്ല. കാരണം നമ്മൾ ഫ്രണ്ട് സർക്കിൾ ആണ് അല്ലെ. അവിടെ റെസ്പെക്ടിന്റെ ആവശ്യമില്ല, പൊളൈറ്റ്നെസിന്റെ ആവശ്യമില്ല അല്ലെ. അപ്പോ അവിടെ നമുക്ക് ക്യാൻ ആണ് യൂസ് ചെയ്യാൻ പറ്റുക. ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി പൊളൈറ്റ് ഒക്കെ വരുമ്പോ എന്താണ്? മൊഡൽ വെർബ് മാറും. ഓക്കെ, ഇവിടെ പൊളൈറ്റിന് ആവശ്യമില്ലാത്തത് കൊണ്ടും ഫ്രണ്ട് സർക്കിൾ ഒക്കെ ആവുമ്പോൾ ഇൻഫോർമൽ ആണ്. ഇൻഫോർമൽ യൂസേജിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ, ഒരു പെർമിഷൻ ചോദിക്കണമെങ്കിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, ക്യാൻ ഐ ഗോ ദേർ, ഞാൻ ഇവിടെ പൊക്കോട്ടെ അല്ലെ. ക്യാൻ ഐ ഗോ ദേർ. ഓക്കെ, അങ്ങനെയാണ് ക്യാനിന് വെച്ചിട്ട് പെർമിഷൻ ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? റിക്വസ്റ്റ് ആയാലും ക്യാൻ വെച്ച് ചോദിക്കാം. ക്യാൻ യു ഗിവ് മി ദ പെൻ ചോദിക്കാം, റിക്വസ്റ്റ് ആണ്. ഓക്കെ, ക്യാൻ യു ഗിവ് മി ദ പെൻ റിക്വസ്റ്റ് ആണ് അല്ലെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ എന്ന് ചോദിക്കുമ്പോൾ എന്താ? അത് പെർമിഷൻ ആണ്, ഞാൻ പെൻ എടുത്തോട്ടെ. മറ്റത് എന്താണ്? ക്യാൻ യു ഗിവ് മി ദ പെൻ, പെൻ തരൂ, ഇത് റിക്വസ്റ്റ് ആണ്, ഇൻഫോർമൽ ആണ്. ക്യാൻ ചോദിക്കുമ്പോൾ എപ്പോഴും ഇൻഫോർമൽ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടുത്തറിയാവുന്ന ഒരാളോടൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുന്നത്. നമുക്ക് അത്രയും കംഫർട്ടബിൾ സോണിലാണ് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുക. അതായത് യാതൊരു റെസ്ട്രിക്ഷനോ ഒന്നും ഇല്ലാണ്ട് സംസാരിക്കുന്നത്. നമ്മൾ അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കൂട്ടം ആൾക്കാരോടായിരിക്കാം അല്ലെ. അപ്പൊ അവരോടൊക്കെയാണ് ഈ ക്യാൻ വെച്ചിട്ട് ചോദിക്കാൻ പറ്റുക. അല്ലാതെ നമുക്ക് പെട്ടെന്നൊരു ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സിനോടും, നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സീനിയേഴ്സ് എംപ്ലോയീസിനോടും അല്ലെങ്കിൽ ഓഫീസേഴ്സിനോടും സ്റ്റാഫിനോടൊക്കെ നമ്മൾ ഒരിക്കലും ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കില്ല അല്ലെ. അവിടെ ഫോർമൽ ആണ്. ആ ഫോർമൽ ആകുമ്പോൾ നമുക്ക് മൊഡൽ വെർബ് ചേഞ്ച് ആവും. കാരണം ഒരു പൊളൈറ്റ്നെസ് ആവശ്യമാണ് അല്ലെ. അപ്പോ
ക്യാൻ യൂസ് ചെയ്യുന്നപ്പോഴും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ കംഫർട്ട് സോൺ ആയിരിക്കുന്നവിടത്തൊക്കെയാണ് ക്യാൻ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ റിക്വസ്റ്റും പെർമിഷനും അങ്ങനെയൊക്കെയാണ് വരാം. ദെൻ ഓഫർ ചോദിക്കാം. ക്യാൻ ഐ ഹെൽപ്പ് യു, ഹെൽപ്പ് ചെയ്യട്ടെ, ക്യാൻ ഐ ഹെൽപ്പ് യു, ഓക്കെ, ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു, ഞാൻ നിന്റെ ബില്ല് പേ ചെയ്യാം, ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു. അതൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഫ്രണ്ട് സർക്കിൾ ആണ്, കംഫർട്ട് സോണിലാണ് ക്യാൻ യൂസ് ചെയ്യുക. അതിപ്പോ പെർമിഷൻ ആയിക്കോട്ടെ, റിക്വസ്റ്റ് ആയിക്കോട്ടെ, ഓഫർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് പോസിബിലിറ്റി ആണ്. പോസിബിലിറ്റി ക്യാൻ വെച്ചിട്ട് ചോദിക്കലേ വളരെ ചുരുക്കമാണ്. അപ്പൊ അത് ലീവ് ചെയ്തേക്കും, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അത് അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് എക്സാമ്പിൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ, അവിടെ ക്യാനിന്റെ ആവശ്യമില്ല ശരിക്കും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നാണ് ശരിക്കും പറയാ. ക്യാൻ യൂസ് ചെയ്തുകൊണ്ടും ചെയ്തില്ലെങ്കിൽ ദർ ഇസ് നോ മിസ്റ്റേക്ക്. ഓക്കെ, സോ പോസിബിലിറ്റി അത് നമുക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് അല്ല. ക്യാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിട്ട് ടെൻഷൻ ആവണ്ട. മാം ഞാൻ ലീവ് ചെയ്തോട്ടെ, എനിക്കൊരു ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ എബിലിറ്റി. ക്യാൻ വെച്ച് യൂസ് ചെയ്യുന്നത് എബിലിറ്റി, പെർമിഷൻ, റിക്വസ്റ്റ്, ഓഫേഴ്സ്, ഇതൊക്കെ നമുക്ക് ക്യാൻ വെച്ച് ചോദിക്കാം. ആൻഡ് റിക്വസ്റ്റോ പെർമിഷൻ ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ ക്യാൻ ചോദിക്കേണ്ടത് നമ്മുടെ എവിടെയാണ്? ഫ്രണ്ട് സർക്കിൾ, ഇൻഫോർമൽ ആയിട്ടുള്ള ഇതിലെ കാര്യങ്ങൾക്കാണ് നമുക്ക് ആ രീതിയിൽ ക്യാൻ ചോദിക്കാം. എബിലിറ്റി പറയാൻ മസ്റ്റ് ആണ് ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഇൻഫോർമൽ ഫോർമൽ ഒന്നുമില്ല. എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ആ ഒരു കഴിവുണ്ട് എന്ന് പറയുന്നത് ആണ് ക്യാൻ. അത് പ്രസന്റില്, നോട്ട് പാസ്റ്റ്, പ്രസന്റിൽ പറയാൻ പറ്റുന്നതാണ് ക്യാൻ. അതായത് ഇപ്പോ ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും. ക്യാൻ യു ഡാൻസ് എന്ന് ചോദിച്ചാല് യെസ് മാം ഐ ക്യാൻ, ഞാൻ ഡാൻസ് കളിക്കാം. കാരണം ഇപ്പൊ ചെയ്യാൻ പറ, ഇപ്പൊ ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് സോ എനിക്കത് ഇപ്പൊ പറ്റില്ല എന്ന് പറയാനായിട്ട് ക്യാൻ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, ക്യാൻ യു സ്പീക്ക് എനിത്തിങ് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് ഐ ക്യാൻ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഇത് ചോദിക്കും, നിങ്ങൾക്കത് പറയാൻ പറ്റണം. മനസ്സിലായോ? അപ്പൊ ക്യാൻ നമ്മൾ പ്രസന്റിലാണ് കൂടുതലും യൂസ് ചെയ്യുക. ഒരിക്കലും പാസ്റ്റോ ഫ്യൂച്ചറോ അവിടെ ഇല്ല, ക്യാൻ എപ്പോഴും പ്രസന്റ് ആണ്. ക്ലിയർ ആണോ? യെസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? അപ്പോ ക്യാന്റെ നെഗറ്റീവ് അറിയാലോ. കനോട്ട് മീൻസ് കാൻറ്റ്. കനോട്ട് എന്ന് പറയാം, പക്ഷേ നമുക്ക് ഏറ്റവും ബെറ്റർ ക്യാൻഡ് കുറച്ച് ഷോർട്ട് ആക്കി സംസാരിക്കുമ്പോൾ ഐ കാൺ. യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ കാൺ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സംസാരിക്കാൻ പറ്റില്ല, ഐ കാൺ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ ക്യാനിന്റെ നെഗറ്റീവ് ആണ് കാൻറ്റ്. ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ പറഞ്ഞു, അല്ലെ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്യാൻ യു സിംഗ്, ക്യാൻ ഫസ്റ്റ് വരണം, ദെൻ സബ്ജക്ട് വരണം. അതാണ് ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ. ക്യാൻ ഫസ്റ്റ് വരണം, ദെൻ സബ്ജക്ട്, ദെൻ വേർബ്. ഇങ്ങനെയാ വരാട്ടോ. ക്യാൻ ദേ സ്പീക്ക് ഫ്രഞ്ച്, ക്യാൻ യു സിംഗ്, അപ്പോ ക്യാൻ പ്ലസ് സബ്ജക്ട് പ്ലസ് വേർബ്. അതാണ് ക്യാൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ വെച്ചിട്ടാണെങ്കിലോ ക്യാൻ യു സീം, നീ എവിടെയാണ് സീം? പക്ഷെ അങ്ങനെ നമ്മൾ പൊതുവെ ചോദിക്കാറില്ല. മനസ്സിലായോ? നിങ്ങൾ എവിടെയാണ്, നീ എന്താ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ക്യാനിന്റെ അവിടെ ആവശ്യമില്ല. യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അങ്ങനെ ക്യാൻ വെച്ചിട്ടൊന്നും ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറില്ല, ഈ WH ക്വസ്റ്റ്യൻ വെച്ചിട്ടൊന്നും. ഓക്കെ, സോ ക്യാൻ ക്ലിയർ ആണ്. ക്ലിയർ ആണെങ്കിൽ കുറച്ചൊന്ന് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ക്യാൻ വെച്ചിട്ടോ പറയൂ. ഇത് രശ്മി ആബ്സെന്റ് ആണല്ലേ? രശ്മി ഇല്ല. I can make a cake. I can Make a cake. I can make a cake.
എനിക്കൊരു കേക്ക് ഉണ്ടാക്കാൻ can make. Okay. Then I can do Ashwin, this work. I can do this work. Yeah, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. Okay, Ashwin, സമയത്തൊക്കെ പറയൂ. I can watch the movie. I can watch the movie. Yeah. Then എപ്പോഴും I can watch the movie എന്ന് നമ്മൾ പൊതുവെ പറയാറില്ല, കാരണം എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ഓക്കെ, പറഞ്ഞാലും മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷെ നമുക്കൊരു എബിലിറ്റി ആയിരിക്കും എപ്പോഴും പറയുമ്പോ ആ ഒരു കഴിവുണ്ട്, ഒരു എബിലിറ്റി ആയിരിക്കും. ഓക്കെ, ക്യാൻ ക്ലിയർ ആണോ പറയൂ. എന്തൊന്നും മിണ്ടാത്തേ, ക്ലിയർ ആണോ? ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞോളൂ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, ക്ലിയർ ചെയ്യാം. കുറച്ചൊരു എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയുന്നുണ്ട് എല്ലാവരും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എഴുതിയാലേ മാം, ആദ്യം നമ്മൾ എഴുതിയതുപോലെ. ഓക്കെ, നിങ്ങളൊന്ന് പറയൂ, കുറച്ചൊക്കെ നിങ്ങൾ പറയൂ, എക്സാമ്പിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കിയേ. എല്ലാവരും പറയണം കേട്ടോ, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. എന്തെങ്കിലും ക്യാൻ വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാം. ഇപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു സബ്ജക്റ്റിന്റെ കൂടെ ക്യാൻ ചേർക്കാം, ദെൻ വെർബ് ചേർക്കാം. ഐ ക്യാൻ റൺ, ഐ ക്യാൻ റൺ തന്നെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സെന്റൻസ് ഉണ്ടാക്കാം. കുറച്ചുകൂടെ അതിന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഐ ക്യാൻ റൺ ഫാസ്റ്റ് പറയാലോ. ഐ ക്യാൻ റൺ ഫാസ്റ്റ്, എനിക്ക് സ്പീഡിൽ ഓടാൻ പറ്റും. ഉണ്ടോ? ഐ ക്യാൻ റൺ ഫാസ്റ്റ്, അതൊക്കെയാണ് എബിലിറ്റി പറയാം. ഓക്കെ, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ ഒരു വേർഡ്, ഒരു വെർബ് കിട്ടിയാലും ആ വെർബിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ പഠിച്ചു എന്താണ് ആഡ്വേർബ്. ആഡ്വേർബ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാം. അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കി. I can dance beautifully. Yeah, I can dance beautifully. Yeah. Then he can play the piano. അവന് പിയാനോ വായിക്കാൻ അറിയാം. He can play the piano. Then എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാല്ലേ. എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? I can do this alone. ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. I can do this alone. I can do this alone. എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. Then She can play the basketball. yeah, she can play the basketball. Okay. നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാലോ. എങ്ങനെയാ? നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചേ. Can you come with me? You can come with me. Yeah, can you come with me? ചോദിക്കാം, can you come with me? നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ? Then എനിക്കിവിടെ നിൽക്കാൻ പറ്റും, എനിക്കിവിടെ താമസിക്കാൻ പറ്റും എന്ന് പറയില്ല. I can stay here. I can stay here. എനിക്കിവിടെ താമസിക്കാൻ പറ്റും. I can stay here. Then I can go there. yeah, I can go there. നിനക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നിനക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ ചോദിക്കാം? Can you explain? Yeah, can you explain it? നിനക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? Can you explain it? നിനക്ക് എന്നെ വിളിക്കാൻ പറ്റുമോ? Can you call me? Yeah, can you call me? Then She can run faster than me. though He can run faster than me.
Yeah, she can run faster than me. Yeah, നമുക്ക് അവിടെ എന്നെക്കാൾ നന്നായിട്ട് ഓടാൻ പറ്റും അല്ലേ? Can run faster than me. Okay. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിലോ? ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു. Yeah, call me the question ആണ്. Then നിനക്ക് ആ പേന ഒന്ന് പാസ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് ആ പേന ഒന്ന് എനിക്ക് പാസ് ചെയ്യാൻ പറ്റുമോ? Can you pass me the pen? Can you pass me the pen? നിനക്ക് ആ പേന ഒന്ന് പാസ് ചെയ്യാൻ പറ്റുമോ? Can you pass me the pen? Then Can you dance with me? yeah, can you dance with me? Okay. Clear ആണ് ഇപ്പോ? Yes, ma'am. അപ്പൊ ഇതേപോലെ ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് ഇതേപോലെ ചെയ്യാം. Can you come with me എന്ന് ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് എന്താണ്? Can you come with me എന്നൊരു ചോദ്യമാണ്. അപ്പൊ ആൻസർ എന്താ? ഇവിടെ വരാൻ പറ്റുമോ? ഇല്ല എങ്കില് I can't come with you അല്ലെ? I can't come with you. ഇതിലൂടെ വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഒക്കെ വരാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്യാൻ വെച്ചിട്ടുള്ള യൂസേജസ്. ഓക്കെ, മാക്സിമം കുറെ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു. ഓക്കെ, ഒരുപാട് മലയാളം വെച്ചിട്ട് ഓരോ കുറെ സെന്റൻസ് ഇതുപോലെ ഉണ്ടാക്കുക. ചെയ്യാൻ പറ്റുമോ കഴിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരുപാട് സെന്റൻസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇംഗ്ലീഷ് കണ്ടന്റ് പിടിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ സംസാരിക്കാറുണ്ട്, മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇപ്പോഴല്ല, നിങ്ങൾ സംസാരിക്കുന്ന ടൈമിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുക. അതപ്പോ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, ദെൻ പ്രാക്ടീസ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് കുഡ് ആണ്. കുഡ് എന്താണ്? നമ്മൾ എബിലിറ്റി പറയാൻ പാസ്റ്റ് ക്യാൻ ആണ് യൂസ് ചെയ്തത്, പ്രസന്റില്. കുഡ് നമുക്ക് പാസ്റ്റില് ഒരു എബിലിറ്റി പറയാനാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാം. മനസ്സിലായോ? എബിലിറ്റിക്ക് പാസ്റ്റിലാണ് കുഡ് യൂസ് ചെയ്യാം. പാസ്റ്റ് കഴിഞ്ഞൊരു കാര്യം. അതായത് ഇപ്പോ നമുക്ക് പറയാം, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡാൻസ് കളിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ കളിക്കില്ല. അതൊക്കെ എന്ന് പറഞ്ഞു നോക്കി, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡാൻസ് കളിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് കളിക്കാൻ പറ്റില്ല. I could dance very well. I could dance very well when I was in school, but now I can't dance. Now I can't. Okay, I could dance. Yeah, I could dance very well. I could dance well when I was in school. I could dance well when I was in school, but now I can't. അപ്പോഴും നമ്മൾ പറഞ്ഞത് പാസ്റ്റിലെ കാര്യമാണ് അല്ലെ? I could dance very well. ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. എപ്പോൾ? When I was in school. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോ എനിക്ക് പറ്റില്ല. ഇപ്പോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ യൂസ് ചെയ്ത് അവിടെ ക്യാൻ ആണ്. സോ ക്യാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്രസന്റിലാണ്, പ്രസന്റ് ടെൻസിലാണ് എപ്പോഴും ക്യാൻ യൂസ് ചെയ്യുന്നത്. സോറി ബട്ട് നോ ഐ കുഡ്ന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? കുഡ്ന്റ് യൂസ് ചെയ്യുന്നത്, എബിലിറ്റിക്ക് യൂസ് ചെയ്യുന്നത് എപ്പോഴും പാസ്റ്റിൽ പറയാനാണ്. എനിക്കൊരു അങ്ങനത്തെ ഒരു കഴിവുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പില്ല. മനസ്സിലായോ? ഞാൻ അപ്പോ ചെയ്തിരുന്നു, എനിക്കിപ്പോ പറ്റില്ല എന്ന് പറയാനാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക. I could play the guitar when I was in school. ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. I could play cricket during my school. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കായിരുന്നു. മനസ്സിലായോ? I could eat a lot of food. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു എന്നാണ് അവിടെ മീനിങ് വരാം കേട്ടോ. കഴിക്കുമായിരുന്നു പാസ്റ്റ് ആണ്. പ്രസന്റില് could I could eat a lot of food. സ്ക്രീനിലുണ്ട് കേട്ടോ, നമ്മുടെ നോട്ടിലുണ്ട്, ഈ എക്സാമ്പിൾ നോട്ടിലുണ്ട്.
I could eat a lot of food. ഞാൻ നന്നായിട്ട് ഒരുപാട് ഫുഡ് കഴിക്കുമായിരുന്നു. ആ സമയം I can't eat a lot of food. എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. പ്രസന്റ് ആണ്, എനിക്ക് ഇപ്പോഴും പറ്റും. അതാണ് ക്യാനിന്റെയും കുഡിന്റെയും ഡിഫറൻസ്. കുഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റിലും ക്യാൻ യൂസ് ചെയ്യുന്നത് പ്രസന്റിലും. ഏതില്? എബിലിറ്റിയില്, കഴിവില് എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഐ ക്യാൻ. ഞാനത് ചെയ്യുമായിരുന്നു, ഐ കുഡ്. ഓക്കെ, ക്ലിയർ? യെസ് മാം, ക്ലിയർ. ദെൻ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, കുഡ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി പൊളൈറ്റ് എക്സ്പ്രഷൻ ആണ്. നമ്മൾ ക്യാൻ എങ്ങനെയാ പറഞ്ഞേ? ഇൻഫോർമൽ ആണെന്ന് പറഞ്ഞു. കുഡ് അത് ഫോർമൽ ആണ്, പൊളൈറ്റ്നെസ് ആണ്. കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് പറയണമെങ്കിൽ could you please give me the pen? പെനൊന്നും തരാമോ? ദയവായി ആ പെനും തരാമോ? could you please give me the pen? പൊളൈറ്റ്നെസ് ആണ്. ക്യാൻ ഇൻഫോർമൽ ആണെങ്കിൽ കുഡ് ഫോർമൽ ആണ്. നിങ്ങൾക്ക് പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചോദിക്കണോ, പെർമിഷൻ ചോദിക്കണോ, ക്വസ്റ്റ്യൻ ചോദിക്കണോ, ഇതെല്ലാരും കുഡ് വെച്ചിട്ടാണ്. പൊളൈറ്റ്നെസ് വേണമെങ്കിൽ കുഡ് യൂസ് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പൊ ക്യാൻ ചോദിച്ചതിന് തന്നെ ക്യാൻ മാറ്റിയിട്ട് കുഡ് ആക്കി കഴിഞ്ഞാല് എന്താണ്? പൊളൈറ്റ് ആയി, കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് നമുക്ക് സീനിയർ ഓഫീസേഴ്സിനോടോ ഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഓഫർ ആയാലും ആയിക്കോട്ടെ, റിക്വസ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പൊളൈറ്റ് ആണെങ്കിൽ കുഡ് ആണ്. ക്ലിയർ ആയോ? യെസ്. ഇനി പോസിബിലിറ്റി. നമുക്ക് പോസിബിലിറ്റി ഞാൻ പറഞ്ഞു ക്യാൻ പ്രസന്റിലാണ് പറയാറ്, പക്ഷെ ക്യാൻ നമ്മൾ അത് യൂസ് ചെയ്യാറില്ല പോസിബിലിറ്റിക്ക്. പക്ഷെ നമുക്ക് കുഡ് നമ്മൾ പറയാറുണ്ട്, ഇടയ്ക്കെങ്കിലും നമ്മളത് പറയും. പ്രസന്റ് യൂസ് ചെയ്യാം, ഫ്യൂച്ചർ യൂസ് ചെയ്യാം, പാസ്റ്റിൽ വെച്ച് പറയും. അതായത് ഇപ്പൊ പ്രസന്റിൽ നോക്കി, ദ ട്രെയിൻ കുഡ് ബി ലേറ്റ്. ട്രെയിൻ ചിലപ്പോ ലേറ്റ് ആവാൻ ചാൻസ്. മനസ്സിലായോ? ഒരു സാധ്യതയാണ്. ട്രെയിൻ ചിലപ്പോ ലേറ്റ് ആവും. പ്രസന്റിലെ കാര്യമാണ്. ഇപ്പൊ ഒരാൾ വന്ന് ചോദിക്കുകയാണ് ട്രെയിൻ ലേറ്റ് ആണോ? ഇല്ല, ദ ട്രെയിൻ കുഡ് ബി ലേറ്റ്. ഇപ്പൊ ട്രെയിൻ ലേറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പറയും. Then it could rain today. ചിലപ്പോ മഴ പെയ്യാം അല്ലെ? could rain today. മഴ പെയ്യാം. അപ്പോ നമ്മള് പോസിബിലിറ്റി, സാധ്യതയ്ക്കും നമുക്ക് പ്രസന്റില് could യൂസ് ചെയ്യാൻ പറ്റും. Then future. ഫ്യൂച്ചറിൽ നോക്കി, if you don't study, you could fail the exam. നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നീ എക്സാമിൽ ഫെയിൽ ആകും. ഫ്യൂച്ചർ ആണ്, വരാൻ പോകുന്ന കാര്യമാണ് അല്ലെ? if you don't study, നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ you could fail the exam. ഈ എക്സാമിന് ഫെയിൽ ആകും കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് കുഡ് പോസിബിലിറ്റി വെച്ചിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് if they are more powerful, a lot of crime could be prevented. if they are more powerful, a lot of crime could be prevented. നമ്മൾ എന്താണ്, ഒരുപാട് പവർഫുൾ ആണെങ്കിൽ, അവർ ഒരുപാട് പവർഫുൾ ആണെങ്കിൽ ഒരുപാട് ക്രൈംസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ. ഓക്കെ, then Robert could have gotten the job of a lot of if ആണ്. Robert could have gotten the job if he had gone to the interview. ഇത് പാസ്റ്റ് പോസിബിലിറ്റി ആണ്. റോബർട്ട് ഇന്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ അവന് ജോലി കിട്ടിയേനെ. പാസ്റ്റ് ആണ്, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു, അവന് ജോലി കിട്ടിയില്ല, കാരണം റോബർട്ട് പോയില്ല. അപ്പൊ പറഞ്ഞെന്താണ്? റോബർട്ട് could have gotten the job if he had gone to the interview. അവൻ ഇന്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ അവന് ജോലി കിട്ടിയേനെ. അപ്പൊ പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസന്റ് ഈ മൂന്ന് ടെൻസിന് നമുക്ക് പോസിബിലിറ്റി പറയാൻ പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്? കുഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എപ്പോഴെങ്കിലും യൂസ് ചെയ്യേണ്ട വന്നാലും നമുക്ക് യൂസ് ചെയ്യാം, ആ ഒരു ഡൗട്ട് വരില്ല. കുഡ് യൂസ് ചെയ്യേണ്ടത് എന്തിനാണ്, ക്യാൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് ആദ്യം ഒന്ന് അറിഞ്ഞു വെക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറെ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ക്യാൻ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, കുഡ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒരു സെന്റൻസ് പോലും മേക്ക് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഫസ്റ്റ് നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇപ്പൊ ഏകദേശം കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയോ ക്യാൻ കുഡ് വെച്ചിട്ട് എങ്ങനെയൊക്കെയാ ചെയ്യാന്ന്? കുഡിന്റെ കാര്യം മനസ്സിലായിട്ടില്ല. കുഡിന് ഏതാ മനസ്സിലാവും? ചേർക്കുന്നത് പോസിബിലിറ്റി ആണോ? പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ സാധ്യതയല്ലേ മിസ്? സാധ്യത മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് കുഡ്. അതുപോലെ തന്നെ ഒരു ഫോർമൽ ആയിട്ടുള്ള
സംസാരങ്ങളിലെല്ലാം കുഡ് ചേർത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഫ്യൂച്ചർ ആയാലും പാസ്റ്റ് ആയാലും പ്രസന്റ് ആയാലും. അതിന്റെ ഉദ്ദേശം ക്യാൻ ഇൻഫോർമലും കുഡ് ഫോർമലും ആണ്. ഓക്കെ, എബിലിറ്റി പറയുമ്പോൾ കുഡ് പാസ്റ്റിലാണ് യൂസ് ചെയ്യുക. ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ് കുഡ് യൂസ് ചെയ്യുക. പിന്നെ പൊളൈറ്റ് എക്സ്പ്രഷൻസ് പറയുമ്പോൾ അത് ഫോർമൽ ആണ്, അപ്പൊ കുഡ് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. പോസിബിലിറ്റി ആണ് ഡൗട്ട് എങ്കിൽ പോസിബിലിറ്റി നമുക്ക് ഇപ്പൊ ഡെയിലി ലൈഫിലൊന്നും ഈ പോസിബിലിറ്റി നിങ്ങൾ യൂസ് ചെയ്യാറില്ല പൊതുവെ. ഓക്കെ, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് പ്രസന്റിലും ഫ്യൂച്ചറിലും പാസ്റ്റിലും പോസിബിലിറ്റി പറയാനായിട്ട് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോ നമുക്ക് ഇതിന്റെ ആവശ്യം ചിലപ്പോ വരില്ല. ഡെയിലി ലൈഫിൽ നമ്മൾ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് കുഡ് യൂസ് ചെയ്തിട്ട് പറയേണ്ട ചിലപ്പോൾ ആവശ്യം വരില്ല. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കുഡ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ. ഓക്കെ, ദെൻ നമുക്ക് കമ്മ്യൂണിക്കേഷനിലൊക്കെ വരുമ്പോ ചിലപ്പോ കുഡിന്റെ ആവശ്യം വരില്ല. ഒരു പാസ്റ്റിലെ കാര്യം പറയണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് കൺവേ ചെയ്ത് പോവാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷൻ മാത്രം ഡൗട്ട് ആണെങ്കിൽ അത് ഇത്രയും ഇതാക്കണ്ട, ചിന്തിച്ചതാവണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ചിലപ്പോൾ കുഡും ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഇല്ല. പറയുന്നവർക്ക് കൺവേ ആകും. നമുക്ക് പാസ്റ്റ് ടെൻസ് ഒക്കെ യൂസ് ചെയ്ത് വെച്ചിട്ട് പറയുമ്പോൾ ഇത് കൺവേ ആയിരിക്കും. ഓക്കെ, ഇനി പോസിബിലിറ്റി കുറച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇനിയും അത് പറഞ്ഞു പോകാം. ഓക്കെ, മൊഡൽ വെർബ് ഒരുപാട് മൊഡൽ വെർബ് ഉണ്ട്. നമുക്ക് ഏത് വെർബ് വേണമെങ്കിലും പോസിബിലിറ്റി പറയാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് വരുന്ന ക്ലാസ്സിലൊക്കെ നമുക്ക് അറിഞ്ഞു പോകാം. ഓക്കെ, ഇതിപ്പോ ഒരു ഐഡിയ വേണം ഇതെങ്ങനെയൊക്കെയാ യൂസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോട്ടിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഈ കോഴ്സ് കഴിഞ്ഞാലും ഈ നോട്ട് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ടച്ച് പോയാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവണം ഫുഡ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരുപാട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച് കുറച്ചും കൂടെ എക്സ്പേർട്ട് ആയെങ്കിലും നിങ്ങൾക്ക് ഈ നോട്ട് വെച്ചാല് ഇത്രയേ ഉള്ളൂ. ഫുഡ് ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യാം. ഒരു ഐഡിയ കിട്ടണം. മനസ്സിലായോ? സോ ഈ നോട്ട് എപ്പോഴും ഇപ്പൊ ഞാൻ തന്നെ നോട്ട് എല്ലാവരും എടുത്ത് വെക്കണേ. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ കുഡ് ആൻഡ് ക്യാൻ. എന്താണ് ഇതിൽ മനസ്സിലായെന്ന് പറയാമോ? എന്താണ് കുഡ്, എന്താണ് ക്യാൻ, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എവിടെയൊക്കെ യൂസ് ചെയ്യാം, എക്സാമ്പിൾസ് ഒന്ന് പറയാമോ ആരെങ്കിലും? പറയൂ, എന്തായാലും പറയൂ. എന്താണ് മനസ്സിലായത് അത് മാത്രം പറയൂ. ക്യാൻ എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ യൂസ് ചെയ്യുന്നു. അത് എബിലിറ്റീസ് എബിലിറ്റീസ് ആണ് കൂടുതലും പറയുന്നത്. പിന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ടോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഐ ക്യാൻ ഡു ദിസ് വർക്ക്, ഐ ക്യാൻ മേക്ക് എ കേക്ക്, അതൊക്കെയാണ് എക്സാമ്പിൾസ്. പിന്നെ കുഡ് എന്ന് പറയുമ്പം എബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി പൊളൈറ്റ് ഒക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുഡ്. അത് പാസ്റ്റിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസന്റ് ഇതിലെല്ലാം കുഡ് യൂസ് ചെയ്യാൻ പറ്റും. അതാ എനിക്ക് മനസ്സിലായത്. എബിലിറ്റി പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കുഡ് പാസ്റ്റിൽ യൂസ് ചെയ്യാം. പണ്ടത്തെ പാസ്റ്റിലെ എബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കുഡ് യൂസ് ചെയ്യുക. പാസ്റ്റില് എബിലിറ്റിക്ക് അതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. എബിലിറ്റി പറയാൻ പാസ്റ്റില് പറയാനാണ് കുഡ് യൂസ് ചെയ്യുക. പക്ഷെ പൊളൈറ്റ് എക്സ്പ്രഷൻ ഇപ്പോ നമുക്ക് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചോദിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് പ്രസന്റിൽ വെച്ചിട്ട് ചോദിക്കാം കുഡ്. മനസ്സിലായോ? എനിക്ക് ആരോട് ഇപ്പൊ ചോദിക്കാം, could you give me the pen? ചോദിക്കാം. പ്രസന്റിലെ കാര്യമല്ലേ? ഒരു ദൈവം അവിടെ എന്താണ്? പൊളൈറ്റ്നെസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ പൊളൈറ്റ് എക്സ്പ്രഷൻ പ്രസന്റില് നമുക്ക് കുഡ് വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, എബിലിറ്റി മാത്രം പാസ്റ്റിൽ പറയും. കുഡ് എബിലിറ്റി പാസ്റ്റ്. എബിലിറ്റിക്ക് പാസ്റ്റ് ആണ്. എനിക്ക് അങ്ങനെ കഴിവ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ ഞാനിപ്പോ പഠിക്കാറില്ല. എനിക്ക് ഇപ്പോ പെട്ടെന്ന് അങ്ങനെ കയ്യിലൊന്നും കയറാറില്ല എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയും. അപ്പോ പണ്ട് നന്നായിട്ട് പഠിക്കായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ കുഡ് സ്റ്റഡി വെൽ എപ്പോഴാണെന്ന് കൂടെ അവിടെ മെൻഷൻ ചെയ്യണം. ഐ കുഡ് സ്റ്റഡി വെൽ
എപ്പോഴാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെ when I was But when I was school now. school. When I was school. ഇപ്പോ Now I can. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. I could study well. മനസ്സിലായോ? എപ്പോഴാണെന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറയണമെങ്കിൽ I could study well എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നമ്മൾ മിക്കപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിരുന്ന, ഇപ്പൊ ചെയ്തില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യും. പണ്ട് ചെയ്തിരുന്ന എന്ന് പറയുമ്പോ കുഡ്, ഇപ്പൊ ചെയ്യില്ല എന്ന് പറയുമ്പോ നോ ഐ കാൺട്ട്. എബിലിറ്റി എപ്പോഴും നോട്ട് ചെയ്തിരിക്കണേ, എബിലിറ്റിക്ക് മാത്രമാണ് അങ്ങനത്തെ ഇഷ്യൂ. Ability മാത്രം. കുഡ് എന്ന് പറയുമ്പോ കുഡ്, അത് കുഡിലെ എബിലിറ്റി പാസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് കുഡ് യൂസ് ചെയ്യുന്നത്, അതല്ലേ? അത്രേ ഉള്ളൂ. ഇനി പൊളൈറ്റ് ആയിട്ടൊക്കെ ചോദിക്കണമെങ്കിൽ കുഡ് യൂസ് ചെയ്യാം. അത് നമ്മള് പഠിക്കാതെയും നമ്മള് മിക്കപ്പോഴും നമ്മൾ അറിയാണ്ടായാലും യൂസ് ചെയ്യാറുണ്ട്. ക്യാൻ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു റെസ്പെക്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുഡാണ്, ഇപ്പൊ ഒരു സാറിനെ കാണുമ്പോ കുഡ് വെച്ചിട്ട് നീ ചോദിക്കാം, അത് ഒരു റെസ്പെക്ട് ആണ്. പുള്ളിനോട് നമ്മള് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഒരിക്കലും മലയാളത്തിലായാൽ പോലും നമ്മൾ സാറിനോട് സംസാരിക്കില്ല. പിന്നെ അത്രയും അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് അല്ലാത്തവരോട് നമ്മൾ സംസാരിക്കില്ല. അത് ഇംഗ്ലീഷിലായാലും അതിന് പ്രത്യേകതരം ലാംഗ്വേജ് ഉണ്ട്. അത് കുഡ് വെച്ച് പറയുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യും. റെസ്പെക്ട് ഉണ്ട്, കുറച്ചൊരു പൊളൈറ്റ്നെസ് ആണ് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. ക്യാൻ ആവുമ്പോ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ചോദ്യം. പക്ഷെ സെയിം മീനിങ് ആണ് വരാ, വ്യത്യാസം നമ്മൾ ഒരു എക്സ്പ്രഷൻ ആണ്. പൊളൈറ്റ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് കുഡ് വെച്ചിട്ട് പറയുമ്പോൾ അവർക്ക് കിട്ടാം. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. വേറെ ഒന്നും ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. രണ്ടും ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു ജസ്റ്റ് ഒരു ബിഹേവിയർ ചേഞ്ച് വരും. ഓക്കെ, അപ്പോ ഇതാണ് ക്യാൻ ആൻഡ് കുഡ്. ഈ മോഡൽ നമുക്ക് ക്ലിയർ ആണോ? നെക്സ്റ്റ് ഇനി കുഡ് ഹാവ് എന്ന് പറയുന്ന യൂസേജ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കുഡ് ഹാവ്. ഓക്കെ, എല്ലാം കൂടെ ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇത് ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ക്യാനും കുഡും ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കുഡ് ഹാവ് പഠിക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നൊക്കെ ഒന്ന് വായിച്ചൊന്ന് ആൻസർ ചെയ്തേ. വയ്ക്കൂ. Dad, shall I get you something to eat? Can I get you something to eat? Yeah, can I get you something to eat? Something to eat? And can I get you something to eat? Then I dashed run a mile in 10 minutes when I was younger. I could run a mile in 10 minutes when I was younger. Yeah, I could run a mile in 10 minutes when I was younger. ചെറുപ്പമായിരുന്നപ്പോ 10 miles ഒക്കെ 10 minutes ഒരു മൈലൊക്കെ ഓടായിരുന്നു. Then dash you send me the details, please? Can you send me the details, please? Could you? Please എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയല്ലേ, അപ്പൊ could ആണ്. Could you send me the details, please? ഒരു ഫോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ അത്? Yeah, formal. അപ്പൊ could you send me the details, please? Yeah. Next, many swimmers dash hold their breath for more than 3 minutes in underwater. Can ആണോ? Yeah, can ആണ്. അതൊരു എബിലിറ്റി അല്ലേ? സ്വിമ്മേഴ്സിന് അവരുടെ ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും 3 minutes underwater. ഒരു എബിലിറ്റി ആണ്. Many swimmers can hold their breath for more than 3 minutes in underwater. Next, could I have another slice of that cake, please? Yeah, could I have another slice of that cake, please? ഇതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ can and could എന്ന് പറയുന്ന modality. Okay, yeah. ഇനി കുറച്ചു ഡെയിലി സെന്റൻസ് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. നോക്കിയിരുന്നോ? Yes, ma'am. പറയൂ. ഞാൻ മാത്രമേ ഉള്ളൂ. ആരും നോക്കിയിട്ടില്ല? ഒരാളെ മാത്രമേ നോക്കിയുള്ളൂ. നീ ഇപ്പോൾ വരുന്നുണ്ടോ? നീ ഇപ്പോൾ വരുന്നുണ്ടോ? ഇതെങ്ങനെയാ ചോദിക്കാം?
പറയൂ. ആരും നോക്കിയിട്ടില്ലേ? Are you coming now? നീ ഇപ്പോൾ വരുന്നുണ്ടോ? അയ്യോ Coming now. ക്ലിയർ അല്ല. Are you Coming coming now. now? ക്ലിയർ അല്ല കേട്ടോ, കേൾക്കുന്നില്ല. Miss, are you coming now എന്നാണ് ആള് പറഞ്ഞത്. കമ്മിങ് നൗ. നീ ഇപ്പോൾ വരുന്നുണ്ടോ? ആർ യു കമ്മിങ് നൗ? അങ്ങനെയും പറയാം. Then are you coming now? നീ ഇപ്പൊ വരുന്നുണ്ടോ? നീ ഇപ്പൊ വരുന്നോ എന്നൊക്കെ ചോദിക്കാം. മലയാളത്തിൽ എങ്ങനെയുണ്ട്? നീ ഇപ്പൊ വരുന്നുണ്ടോ? നീ ഇപ്പൊ വരുന്നോ? ഓക്കെ. ആർ യു കമ്മിങ് നൗ? ഇപ്പൊ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ഇപ്പൊ വരുന്നോ? ആർ യു കമ്മിങ് നൗ? നെക്സ്റ്റ്. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോകും. പോകും. ഫ്യൂച്ചർ ആണ്. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ വരാ? I will go to church. I will go to church. അല്ലെങ്കിൽ നമുക്ക് I will go church എന്ന് പറഞ്ഞാൽ മതി. ടു ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ കൺവേ ആകാൻ ടു ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും I will go to the church. ഓക്കെ. ഇന്നാണോ? Yes, I will go to church. ഞാൻ ഇന്ന് രാവിലെ I will go to church in morning ആണ്. Today morning I will go to church. അങ്ങനെ പറയാം. Today morning I will go to church. The church. The church എന്നല്ല മിസ്. The church. The church പറയാം. Today morning I will go to the church. പോകും. I will. ഇനിയിപ്പോ ഒരു 50% ഒരു ചാൻസ് ആണെങ്കിലോ എങ്ങനെയാ പറയാ? ഇതിപ്പോ 100% ഷുവർ ആണ് അന്നു പള്ളിയിൽ പോകും അല്ലെ? ഒരു 50% ആണെങ്കിലോ ചാൻസ്? Today morning I shall go to the church. ഷാൽ ആണ് അവിടെ യൂസ് ചെയ്യും. ഒരു 50% ചാൻസ് വരുമ്പോ ഷാൽ യൂസ് ചെയ്യും. പോകുമായിരിക്കും എന്നല്ലേ അതിന് മീനിങ് വരുന്നത്? പോകുമായിരിക്കും. പോകുമായിരിക്കും. ചിലപ്പോ പോകും. ഷാൾ വരുമ്പോ വരും. ഉറപ്പില്ല. ഉറപ്പാണ്. I will go to church. നമുക്ക് ടുഡേ മോർണിംഗ് എന്ന് പറയുന്നതിലും കുറച്ചുകൂടി നല്ലത് I will go to church this morning. This morning എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെയാണ്. പിന്നെ ഇവിടെ ടുഡേ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. Okay. I will go to church this morning. I will go to church. The പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. Church എന്ന് പറയണ്ട. I will go to church this morning. Go to church this morning. Okay. ഇന്നലെ സ്വന്തക്കാരെല്ലാം വന്നിരുന്നു. കസിൻസ് റിലേറ്റീവ്സ് എന്ന് പറയാം. ഇന്നലെ വന്നിരുന്നു. അപ്പൊ എങ്ങനെയാ പറയാ? ഇന്നലെ വന്നിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു എന്നെങ്ങനെയാ പറയാ? I went there. I went there ആണ് അല്ലെ? ഇനി റിലേറ്റീവ്സ് വന്നിരുന്നു എന്നെങ്ങനെയാ പറയാ? Relatives came here. Relatives came. Came Here yesterday. Relatives came here yesterday. എത്രയേ ഉള്ളൂ. Came ആണ്. അവിടെ came ആക്കാം. വന്നിരുന്നു പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ എന്താ യൂസ് ചെയ്യേണ്ടത്? Relatives came yesterday അല്ലേ? ഇവിടെ വന്നിരുന്നു അല്ലെ? ഇവിടെയല്ല വന്നേ. അതെ. അപ്പൊ relatives came here yesterday എന്ന് പറയാം. ഇന്നലെ ഇവിടെ ബന്ധുക്കൾ വന്നിരുന്നു.
അല്ലെങ്കിൽ ഇവിടെ കെയും പറഞ്ഞില്ലെങ്കിലും റിലേറ്റീവ്സ് വെയർ പറയും. റിലേറ്റീവ്സ് വെയർ, WERE, വെയർ. റിലേറ്റീവ്സ് വെയർ ഹിയർ യെസ്റ്റർഡേ എന്ന് പറയും. റിലേറ്റീവ്സ് വെയർ ഹിയർ യെസ്റ്റർഡേ. അവിടെ കെയും പറഞ്ഞില്ലെങ്കിലും നമുക്ക് എങ്ങനെയും പറയാം. ദിസ് ഇസ് ഒരു ഉപജവേർഷൻ ആണ്. റിലേറ്റീവ്സ് വെയർ ഹിയർ യെസ്റ്റർഡേ എന്ന് പറയും. ഇന്നലെ ബന്ധുക്കൾ ഇവിടെ വന്നിരുന്നു അല്ലെങ്കിൽ ഇവിടെ എത്തിയിരുന്നു എന്നൊക്കെയാണ് ആ ഒരു മീനിങ് വരാം കേട്ടോ. വെയർ ഹിയർ യെസ്റ്റർഡേ. വന്നിരുന്നു തന്നെ കറക്റ്റ് ഇടപെടണമെങ്കിൽ കെയിം ഹിയർ പറയാം. വന്നു, വരിക എന്ന് പറയുമ്പോൾ കെയിം ആണല്ലോ. ഇപ്പൊ എത്തിയിരുന്നു എന്നൊക്കെയാണെങ്കിൽ വെയർ ഹിയർ പറയാം. ഓക്കെ. ഇപ്പോൾ നീ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇപ്പോൾ നീ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ടോ? ഉണ്ടോയാണേ. അപ്പൊ ഉണ്ടോ വരുമ്പോ എന്താ വരാ? ഡു, ഹാവ്, അല്ല ഡു. ഡു ആയിട്ടാണ്. ഡു യു ഈറ്റ് ഫുഡ്? എന്ത് കഴിക്കുന്നുണ്ടോ എന്നാണ്. എന്ത് ലഞ്ചോ ഡിന്നറോ അങ്ങനെ ഫുഡ് വരാണ്. ഡിന്നർ കഴിക്കുന്നുണ്ടോ? ഇപ്പോൾ നീ ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിക്കാം. ഓക്കെ. അപ്പൊ എങ്ങനെയാ ചോദിക്കാം? ഡു യു ഹാവ് ഡിന്നർ? ഡു യു ഹാവ് ഡിന്നർ നൗ? ഒരു അരച്ചു പിരിച്ചിട്ട് നോക്കൂ, ആൻസർ കിട്ടും. ഡു യു ഹാവ് ഡിന്നർ? ഹാവ് ചോദിക്കുമ്പോ നീ കഴിക്കുന്നുണ്ടോ എന്നല്ല വരാം. ഓക്കെ. ഡു യു ഈറ്റ് ഡിന്നർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആർ യു ഈറ്റിംഗ് ഡിന്നർ എന്നും ചോദിക്കാം. ആർ യു ഈറ്റിംഗ് ഡിന്നർ? നീ അത്താഴം കഴിക്കുന്നുണ്ടോ? ആർ യു ഈറ്റിംഗ് ഡിന്നർ എന്നും ചോദിക്കാം. ഓക്കെ. ആർ യു ഈറ്റിംഗ് ഡിന്നർ? ആർ യു ഈറ്റിംഗ് ഡിന്നർ എന്ന് പറയുന്നത് നീ അത്താഴം കഴിക്കുകയാണോ എന്ന് വരും. ഡു യു ഈറ്റ് ഡിന്നർ ചോദിക്കാം. ഡു യു ഈറ്റ് ഡിന്നർ? നീ കഴിക്കുന്നുണ്ടോ? ഡു യു ഈറ്റ് ഡിന്നർ? ആർ യു ഈറ്റിംഗ് ഡിന്നർ എന്ന് പറയുമ്പോ കഴിക്കുകയാണോ, കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയുന്നു. ഡു യു ചോദിക്കുന്നതിനാ ഉണ്ടോ. ഉണ്ടോ. അപ്പൊ ഡു യു ഈറ്റ് ഡിന്നർ നൗ എന്നല്ല വരുള്ളൂ. ഇപ്പോൾ എന്ന് പറയുമ്പോ ഇപ്പോൾ നീ ഡിന്നർ കഴിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു നൗ ചേർക്കാം. ഓക്കെ. ഡു യു ഈറ്റ് ഡിന്നർ നൗ എന്ന്? ഓക്കെ. അത് മുഴുവൻ ചോദിക്കാം. നൗ ഡു യു ഈറ്റ് ഡിന്നർ എന്നല്ലേ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട്. ഓക്കെ. അത് മുഴുവനും കഴിക്കുക. കഴിക്കുക. അത് മുഴുവനും കഴിക്കുക. അത് ഇന്ന് ആവശ്യമുണ്ട് മിസ്. മുഴുവനും കഴിക്കുക എന്നെങ്ങനെയാ പറയാ? ഫിനിഷ്. യു കംപ്ലീറ്റ്ലി അങ്ങനെ പറയോ? എന്തോ? യു ഏറ്റ് കംപ്ലീറ്റ്ലി. അത് മുഴുവനും കഴിക്കൂ എന്ന് പറയാം. യു ഈറ്റ് കംപ്ലീറ്റ്ലി എന്ന് പറയാം. ഓക്കെ. ഫിനിഷ് കംപ്ലീറ്റ്. നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടും ഫിനിഷ് ചെയ്തിരിക്കണം. ഫിനിഷ് ഇറ്റ് കംപ്ലീറ്റ്ലി എന്ന് പറയാം. ഫിനിഷ് ഇറ്റ് കംപ്ലീറ്റ്ലി എന്നും പറയാം. യു ഫിനിഷ് ഒന്നുകൂടെ പറയുമ്പോ യു ഫിനിഷ് ഇറ്റ് കംപ്ലീറ്റ്ലി.
യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കണം എന്ന് പറയാം. അപ്പൊ യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് കംപ്ലീറ്റ്ലി എന്നാണോ രൂപം? യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഇല്ല, ഈച്ച് നമ്മൾ പറയണ്ട അതിനോ, കാരണം കഴിക്കുന്ന കാര്യത്തിലല്ലേ നമുക്ക് പറയാം. അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോടാണ് നമ്മളിത് പറയാം. അല്ലെങ്കിൽ യു മസ്റ്റ് ഫിനിഷ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും. യു മസ്റ്റ് ഫിനിഷ് ഇറ്റ്. യു മസ്റ്റ് ഫിനിഷ് ഇറ്റ്. ഓക്കേ. നീ അത് ഫിനിഷ് ചെയ്യണം കേട്ടോ എന്നറിയാം അല്ലെ. നമ്മുടെ മലയാളം അങ്ങനെയാണ്. നമ്മളത് കറക്റ്റ് ഫുള്ള് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനോ പറയാം യു മസ്റ്റ് ഫിനിഷ് ഇറ്റ്. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ്ലി ചേർക്കണം. അപ്പം യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് കംപ്ലീറ്റ്ലി. മുഴുവനായിട്ടും കഴിക്കുക. യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് കംപ്ലീറ്റ്ലി എന്ന് പറയാം. മുഴുവനായിട്ട് കഴിക്കണം. ഓക്കെ. നീ നിന്റെ കാര്യം ചെയ്യുക. നീ നിന്റെ കാര്യം നോക്കുക. അപ്പോ You do yourself. നോക്കുക അല്ലെ ചെയ്യുക. Do yourself. പറയാം. നീ സ്വന്തമായിട്ട് ചെയ്യും. Do yourself. നിങ്ങൾക്ക് സ്വയം നോക്കാം എന്ന് പറയുമ്പോ you can look after yourself എന്ന് പറയാം. You can look after yourself. നിന്റെ കാര്യം നീ തന്നെ നോക്കണം എന്ന് പറയും. നമ്മൾ പറഞ്ഞു ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ് പറഞ്ഞു. ഡെയിലി സെന്റൻസിൽ ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ്. എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയാം. അപ്പൊ നീ നിന്റെ കാര്യം നോക്കിക്കോളാം എങ്ങനെ പറയാം? യു ക്യാൻ ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. നീ തന്നെ നിന്റെ കാര്യം നോക്കണം. എന്നിട്ട് കാര്യം ചെയ്യാനെന്ന് പറഞ്ഞെങ്കിലോ ഡു യുവർ സെൽഫ്. നീ തന്നെ ചെയ്യണം. യുവർ സെൽഫ് എന്ന് പറയും. ഓക്കെ. യുവർ സെൽഫ് എന്ന് പറയുമ്പോ നീ തന്നെ എന്നാണ് യുവർ സെൽഫിന്റെ മീനിങ്. യുവർ സെൽഫ്. അപ്പൊ നീ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോ ഡു യുവർ സെൽഫ്. നീ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോ ഡു ആണ്. അപ്പൊ ഡു യുവർ സെൽഫ്. നീ നിന്റെ കാര്യം ചെയ്യണം എന്ന് പറയുമ്പോ ഡു യുവർ സെൽഫ്. അതുപോലെ അത് മതി. പിന്നെ അവളുടെ കാര്യം അവൾ ചെയ്യട്ടെ. പറയൂ. അവളുടെ കാര്യം അവള് ചെയ്യട്ടെ. പറയൂ ഗ്രീഷ്മ, പറഞ്ഞു നോക്കി. She do herself. She do herself. അവളുടെ കാര്യം അവൾ തന്നെ ചെയ്യട്ടെ. അവളുടെ കാര്യം അവൾ തന്നെ ചെയ്യട്ടെ എന്ന് പറയുമ്പോ അവളുടെ കാര്യം അവൾ ചെയ്യട്ടെ. നമ്മളിത് ഒരു ചെയ്യണം എന്നല്ലേ പറയാം. അവളുടെ കാര്യം ചെയ്യാൻ അവൾക്ക് അറിയാം, അവൾക്ക് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ she can do herself എന്ന് പറയും. She can do herself. അവളുടെ കാര്യം അവൾക്ക് ചെയ്യാൻ അറിയാം എന്ന് പറയാം. അതാണ് you can do herself. അവൾക്ക് സ്വയം ചെയ്യാൻ കഴിയും. She can do herself. Okay, miss. She can do herself. അല്ലേ? അവളുടെ കാര്യം അവൾക്ക് ചെയ്യാൻ കഴിയും എന്നാണ്. അപ്പൊ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴോ അവളുടെ കാര്യം അവൾ ചെയ്യട്ടെ, അവൾ തന്നെ ചെയ്യണം എന്നല്ലേ പറയാം. അവളുടെ കാര്യം അവൾ തന്നെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരാം. അതും നമുക്ക് ഇങ്ങനെ തന്നെ പറയാലോ. She can do herself. ചെയ്യാൻ കഴിയും, ചെയ്യാൻ പറ്റും, അവൾ തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നത് നമ്മുടെ മലയാളമല്ലേ അങ്ങനെ കൂടുതൽ മാറ്റി മറിച്ചിട്ട് വരാം. അല്ലെങ്കിൽ she must do herself എന്ന് പറയാം. നീ തന്നെ ചെയ്യണം. She must do herself എന്ന് പറയും. മസ്റ്റ് എന്ന് പറയുമ്പോ ഒരു എന്തായാലും ചെയ്യണം എന്നാണ്. ഓക്കെ. she must do എന്നല്ലേ പറയാ. അവള് ചെയ്യും. she must do. ചെയ്യണം. അത് നീ തന്നെ ചെയ്യണം എന്നാണെങ്കിൽ she must do herself. അത് അവൾ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോ she can do herself.
അവൾ തന്നെ ചെയ്യണം എന്നാ പറയാ. അവൾ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഷി മസ്റ്റ് ഡു ഹെർസെൽഫ്. ഓക്കെ ഓക്കെ. ഇനി അത് അവൾക്ക് തന്നെ ചെയ്യാൻ കഴിയുമെന്നാണെങ്കിൽ ഷി ക്യാൻ ഡു ഹെർസെൽഫ്. ഓക്കെ. ഓക്കെ മാം. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ആരോടെങ്കിലും ചെയ്യണം, അതെന്തായാലും ചെയ്യണം. ചെയ്യണം എന്നൊക്കെ പറയുമ്പോ മസ്റ്റ് ചേർക്കാം. മസ്റ്റ് അതൊക്കെ മസ്റ്റ് ഒക്കെ പയ്യെ പഠിക്കാം. അതൊക്കെ മൊഡാൽ വേർബില് ചെയ്യുന്നതാണ്. മസ്റ്റ് പറയാം, ഷുഡ് പറയാം. യു ഷുഡ് ഡു ദാറ്റ്, യു ഷുഡ് ഡു ദാറ്റ്. ചെയ്യണം. മനസ്സിലായോ? ഷുഡ് എന്ന് പറയുമ്പോൾ നിർബന്ധം എന്നല്ലേ? നിർബന്ധമായും. നിർബന്ധമായും അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്കത് വഴിയെ പഠിക്കാം. അപ്പൊ ക്യാനും കൊണ്ട് തെറ്റി വരെ നോക്കാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പറയട്ടെ. നിങ്ങൾ രാവിലെ വഴക്ക് കൂടരുത്. അത്യാവശ്യം ഒന്നുള്ളത് കൂടുക എന്താണ്? അത് ആദ്യം കണ്ടുപിടിക്കണം. വഴക്ക് കൂടുക നമ്മൾ ഡെയിലി വേർബില് ഞാൻ തന്നിട്ടുണ്ട്. കാരൽ അല്ലേ? ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു. കാരൽ, കാരൽ, QUARREL, കാരൽ. നമ്മുടെ വേർബിൽ തന്നിട്ടുണ്ട്. വാരൽ അതല്ലേ? വേർബിൽ തന്നിട്ടില്ല കേട്ടോ. സോറി, ക്യൂര് തിരിഞ്ഞു. ഞാൻ സ്പെല്ലിംഗ് ചെയ്തരാം. വഴക്ക്, വഴക്കെന്നാണേ. അപ്പൊ വഴക്ക് എന്താ പറഞ്ഞേ? നിങ്ങൾ രാവിലെ വഴക്ക് കൂടരുത്. കൂടരുത്. അപ്പൊ പറയൂ, ആലോചിച്ച് നോക്കൂ. ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ നിങ്ങൾ രണ്ടുപേരും? എവറി മോർണിംഗ് എന്നാണോ പറയാ? രാവിലെ, രാവിലെ. അവിടെ രണ്ടുപേരെന്ന് പറയും മെൻഷൻ ചെയ്യണം. നിങ്ങൾ രാവിലെ വഴക്ക് കൂടരുതെന്ന്. ജോൺ കാരൽ ടുഗദർ. നിങ്ങൾ പറയുന്നത് യു തന്നെയല്ലേ യൂസ് ചെയ്യാ? യു ഡോണ്ട് കാരൽ ടുഗദർ എന്ന് പറയണം. നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കല്ലേ? യു ഡോണ്ട് കാരൽ ടുഗദർ. തല്ലുടിക്കില്ലേ ഒരുമിച്ച്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തല്ലുടിക്കില്ലേ? ഒരുമിച്ച് എന്നാ പറയാ. യു ഡോണ്ട് കാരൽ ടുഗദർ. ഒരുമിച്ച് തല്ലുടിക്കല്ലേ? അപ്പോ അവിടെ രാവിലെ എന്നുള്ളത് അവിടെ വെക്കും. അപ്പോ എല്ലാ ദിവസവും രാവിലെ ആണെങ്കിൽ എവറി മോർണിംഗ് ചേർക്കേണ്ടി വരും. എവറി മോർണിംഗ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ തല്ലടിക്കല്ലേ? ഡോണ്ട് കാരൽ ടുഗദർ എവറി മോർണിംഗ് എന്ന് പറയും. ഓക്കെ. ഓക്കെ, ഒരുപാട് ഇപ്പൊ കുറച്ചൊക്കെ സെന്റൻസ് കിട്ടിയോ? ഇനിയുണ്ടോ അന്നോ? ഇനി 1 2 3 4 5 6 7 യു ഡോണ്ട് കാരൽ ടുഗദർ എന്ന് പറയാം. നിങ്ങൾ വഴക്ക് ചെയ്യരുത് എന്ന് പറയാം. ഇനി വഴക്ക് ഉണ്ടാക്കല്ലേ, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് വഴക്ക് ഉണ്ടാക്കരുത് എന്ന് നമ്മൾ അത്രയും ഉറപ്പിച്ച് പറയുമ്പോ ഇങ്ങനെ പറയണം. യു ഷുഡ് നോട്ട് ഫൈറ്റ് ടുഗദർ എന്ന് പറയാം കേട്ടോ. ഫൈറ്റും പറയാം, കാരലും പറയാം, ഫൈറ്റും പറയാം. മനസ്സിലായോ? യു ഷുഡ് നോട്ട് ഫൈറ്റ് ടുഗദർ എവറി മോർണിംഗ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വഴക്ക് ഉണ്ടാക്കല്ലേ എപ്പോഴും രാവിലെ? ഉണ്ടാക്കരുത്. മറ്റൊക്കെ പറയുമ്പോ ഷുഡ് യൂസ് ചെയ്യാം. യു ഷുഡ് നോട്ട് ഫൈറ്റ് ടുഗദർ എവറി മോർണിംഗ്. കാരൽ ഫൈറ്റിന്റെ ബെറ്റർ വേർഷൻ ആണ്. വേറെ സിനോണിമാണ്. യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഇല്ല. യു ഷുഡ് നോട്ട് കാരൽ ടുഗദർ എവറി മോർണിംഗ് എന്നും പറയാം കേട്ടോ. ഓക്കെ മാം. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ മാം. താങ്ക് യു.
Thank you all. Thank you, ma'am. Thank you, ma'am.